ആദ്യമായി ക്ലോക്കിൽ സമയം നോക്കാൻ പഠിച്ചതും ഇഷ്ടപ്പെട്ട സമ്മാനം ലഭിച്ചതുമടക്കമുള്ള തൻ്റെ ഡയറിക്കുറിപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ കുരുന്നെഴുത്ത് പുസ്തകത്തിൽ ഇടം നേടിയതിൻ്റെ സന്തോഷത്തിലാണ് കടമ്പൂർ BVLP സ്കൂളിലെ അമേയ ലക്ഷ്മി. ക്ലോക്കിൽ സമയം നോക്കാൻ പഠിച്ചതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞപ്പോൾ ലഭിച്ച മിഠായി മധുരമാക്കിയ സന്തോഷ ദിനത്തെക്കുറിച്ചാണ് അമേയ ഡയറിയിൽ എഴുതിയത്. 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 50 വിദ്യാർത്ഥികളുടെ ഡയറി കുറിപ്പുകളാണ് ഇതിലുള്ളത്. കഥകളും പാട്ടുകളും എഴുതാനും വായിക്കാനും ഇഷ്ടമാണെന്നും തനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അമേയ ലക്ഷ്മി പറയുന്നു. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ടീച്ചേഴ്സ് വരുന്നുണ്ട്. കുറച്ച് സമയം ഞങ്ങൾ പാസ് കളിച്ചു. പിന്നെ അമ്മയെ സഹായിച്ചു. 11 മണിയായപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും വന്നു. എനിക്ക് നിറയെ സമ്മാനങ്ങൾ തന്നു. എനിക്ക് മധുരവും തന്നു. എനിക്ക് സന്തോഷമായി. കടമ്പൂർ വേട്ടേക്കര മലമ്പള്ളയിൽ രമേഷിൻ്റെയും രമയുടെയും മകളാണ് അമേയ. PTA അധ്യാപകരും ചേർന്ന് വീട്ടിലെത്തി അമേയയെ അനുമോദിച്ചു. PTA പ്രസിഡന്റ് TP രാജേഷ്, വാർഡ് മെമ്പർ K ബാബുരാജ് തുടങ്ങിയവരും പങ്കെടുത്തു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കുരുന്നെഴുത്ത് എന്ന പുസ്തകത്തിൽ ഡയറി എഴുതി ഇടം പിടിച്ച നമ്മുടെ അമേയ ലക്ഷ്മിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കുരുന്നുകളെ ഇതിന് പ്രാപ്തരാക്കിയ BVLPയിലെ അധ്യാപകരെ പ്രത്യേക അഭിനന്ദിക്കുന്നു. അതോടൊപ്പം 1ാം ക്ലാസ്സിലെ ലത ടീച്ചറെയും സുജ ടീച്ചറെയും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കുരുന്നെഴുത്തിൽ ഇടം നേടിയ അമേയ കുട്ടിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനിയും ഒരുപാട് കുഞ്ഞു ഭാവനകൾ വളർന്ന് ഉയരങ്ങളിലെത്തട്ടെ. കുരുന്നെഴുത്തിലെ ഇവളുടെ ഡയറി കുറിപ്പ് തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ടീച്ചർമാരുടെ പിന്തുണ നല്ലുണ്ട്. അവൾക്ക് പ്രത്യേകം നന്ദി പറയണം എല്ലാ ടീച്ചേഴ്സിനും, പ്രത്യേകിച്ച് ലത ടീച്ചർക്ക്. ടീച്ചറെ എപ്പോഴും അവളെ ഓരോന്നിനും പ്രോത്സാഹിപ്പിച്ചിട്ട് എപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ തിരഞ്ഞെടുത്തതിൽ നല്ല സന്തോഷമുണ്ട്. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.